ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇതാ ഇതേപോലെ 4 സൈഡും ഒരേ അളവുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് രണ്ട് വശവും കോണ് ഇതേപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് പിന്നെ നടുക്കുന്ന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അത് തുറന്നതിന് ശേഷം ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഇതേപോലെ നടുക്കുന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഒരുപാട് കള്ളി ആയിട്ട് വന്നിട്ടുണ്ടാവും. 4 സൈഡിൽ നിന്നും നടുക്ക് ഇതേപോലെ ഒരു കള്ളി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ മുറിച്ച നടുക്കുന്ന് മേലേക്ക് ഇതേപോലെ ഒന്ന് പേപ്പർ മടക്കി കൊടുക്കുന്നുണ്ട്. ഒരു കള്ളിയാണ് മുറിച്ചത്. ആ ഒരു കള്ളി തന്നെ ഇതേപോലെ 2 സൈഡും മേലേക്ക് ഇതേപോലെ കോൺ ഷേപ്പിൽ ഒന്ന് മടക്കി കൊടുക്കുക. 4 സൈഡും ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് മടക്കി വെച്ച ആ പേപ്പറിൽ ഇതേപോലെ കുറച്ച് ഗമ്മ് തേച്ച് കൊടുക്കുക. എന്നിട്ട് മേലേക്ക് മടക്കി വെച്ചിട്ട് ഇതേപോലെ തമ്മിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ എല്ലാ ലീഫ് മേലേക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് തണ്ടും ലീഫുമാണ് വേണ്ടത്. അപ്പോൾ നമുക്കിനി തണ്ടും ലീഫും ഉണ്ടാക്കാം. തണ്ടിന് ഇതാ പ്രത്യേക അളവൊന്നും ഇല്ലാണ്ട് ഒരു കഷ്ണം ഗ്രീൻ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചെരിച്ച് ഞാൻ മടക്കിയിട്ട് ഗം ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ തണ്ട് ഫ്ലവറിലൊന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് മേലെ ഇതേപോലെ ഒന്ന് കത്രിക കൊണ്ട് കട്ട് ചെയ്തിട്ട് ഗം വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഗം ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നല്ല ഒട്ടി നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് കൊടുക്കാം. അതിന് ഗ്രീൻ പേപ്പർ ഇതേപോലെ ഞാൻ ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗം ചെയ്തിട്ട് അതിൻ്റെ തണ്ടിൻ്റെ താഴെയായിട്ട് കുറച്ച് ഗം കൊടുത്തിട്ട് ഇതേപോലെ ലീഫ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്തേക്കണേ. താങ്ക് യു.